ഇന്ന് കൊടുക്കാനുള്ള ചീര മുറിച്ചെടുക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഇപ്പൊ നമ്മള് ചേന നട്ട സ്ഥലത്ത് കണ്ടില്ലേ, ഇഷ്ടംപോലെ ചീര പടുമുളയായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല അടിപൊളി പച്ചച്ചീരയായിട്ടാ കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളത്. ചീരയുടെ കരുത്ത് നോക്ക്, പക്ഷെ നല്ല വണ്ണത്തിലാ. പടുമുളയായിട്ടും ചീരന്റെ ഒക്കെ ഒരു തണ്ടിന്റെ ഒക്കെ ഒരു വണ്ണം കണ്ടില്ലേ. ഇവിടെയൊക്കെ നമ്മള് സ്ലെറി അടിച്ചു കൊടുത്തോണ്ടാട്ടോ കുറച്ച് കരുത്തിൽ വന്നിട്ടുള്ളത്. അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്കിന്ന് മുറിച്ചെടുക്കാം. ഇത് നമ്മളെ ഫസ്റ്റ് മുറിക്കുന്ന ചീര കേട്ടോ. അതാ ഇവിടെ വെച്ച് തന്നെ മുറിച്ചു കൊടുക്കാണ്ടോ. ഇവിടുന്നൊക്കെ പുതിയ തെളുപ്പ് ഇങ്ങനെ വന്നുകൊണ്ട് കിട്ടോ. ഇതൊക്കെ പുതിയ തെളുപ്പ് ഇങ്ങനെ വന്ന് പെട്ടെന്ന് ഇനി ആയി കിട്ടും. ഇതാ ഇതും ഫസ്റ്റ് ഇതാ. എന്താ നോക്ക് കരുത്ത്. ഇത് നമ്മൾ ആദ്യം കട്ട് ചെയ്തതിൽ കണ്ടോ ഇഷ്ടംപോലെ ഇവിടെ സ്ലെറി അടിക്കുന്നതുകൊണ്ട് ഇതാ വേഗത്തിൽ തന്നെ ഇതാ 1 ഇങ്ങനെ ഉണ്ടായി കിട്ടും കേട്ടോ. 2, 3, 4. ഇതാ നമ്മൾ ആദ്യം കട്ട് ചെയ്തതിന് നമുക്ക് 4 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് അപ്പത്തേക്ക് നമുക്ക് ഒരു പിടി ചീര ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ കട്ട് ചെയ്യാണ്ട്. ഇതൊക്കെ നമ്മൾ ആദ്യം കട്ട് ചെയ്തതാ. ആദ്യം കട്ട് ചെയ്തതിലും ഫസ്റ്റ് കട്ടിങ് പോലെ തന്നെ ചീരയ്ക്ക് നല്ല തണ്ടിനും മണ്ണുണ്ട്, അതുപോലെ തന്നെ ഇലയ്ക്കും നല്ല കരുത്തുണ്ട്. വേനലായതുകൊണ്ടേ ചീരയ്ക്ക് നല്ല കരുത്ത് കിട്ടാൻ നല്ല നനവ് വേണം. അതുകൊണ്ടാണ് കണ്ടില്ലേ ഇങ്ങനെ കരുത്തിൽ ചീര ഉണ്ടാകുന്നത്. അടിയിലൂടെ നമ്മൾ സ്ലെറി ഒഴിച്ചു കൊടുക്കും, മുകളിലൂടെ നല്ല സ്പ്രിംഗ്ലർ വെച്ച് നനച്ചും കൊടുക്കുന്നതുകൊണ്ടാണ് ഇതുപോലെ കണ്ടില്ലേ ഒരു ചെടിയിൽ നട്ടി കിട്ടുന്നത്. ഇത്രയും ചീരകളുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ ചുവപ്പ് ചീര ഉണ്ട് കേട്ടോ, എന്നാലും കൂടുതൽ പച്ചയാണ്. ഇതൊക്കെ നമ്മൾ ഒരു തവണ മുറിച്ച ചീരയിൽ വീണ്ടും പൊട്ടിയുണ്ടായതാ. ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ വിളവെടുക്കും തോറും ഇത് അവിടെ കണ്ടോ പുതിയ ചീരകൾ സ്ലെറി അടിച്ചു കൊടുത്തൊക്കെ അതൊക്കെ നമ്മൾ ബയോഗ്യാസിന്റെ സ്ലെറി അടിച്ചു കൊടുത്താണ് അതിങ്ങനെ ചീരകൾ മുളയ്ക്കുന്നതാണ്. പടുമുളയായിട്ടുണ്ടാണ് ചീര ഇതുപോലെ കരുത്തിൽ കിട്ടാൻ ഞങ്ങൾ ചെയ്യുന്ന ഐഡിയ ഒന്നിതാ ഇതുപോലെ നമ്മൾ സ്പ്രിംഗ്ലർ ഉപയോഗിച്ച് ഇങ്ങനെ നനച്ചു കൊടുക്കും കേട്ടോ. നനവിന്റെ കൂടെ തന്നെ മുറിച്ച ഭാഗത്ത് ഇത് കണ്ടില്ലേ നല്ല അടിപൊളി ബയോഗ്യാസിന്റെ സ്ലെറി ഇങ്ങനെ അടിയിലൂടെ അങ്ങനെ വിട്ടു കൊടുക്കും. ഈ മുറിച്ചയിലൊക്കെ പെട്ടെന്ന് തന്നെ ഇഷ്ടം പോലെ തളിർപ്പ് വന്നിട്ട് പൊട്ടി ഇങ്ങനെ ഉണ്ടാവും. കണ്ടില്ലേ ഇതൊക്കെ 2 ദിവസം കൊണ്ട് തന്നെ നല്ല കരുത്തിൽ വരും. നമ്മൾ ചേന നട്ട സ്ഥലത്ത് പടുമുളയായിട്ടുണ്ടായ ചീരയിൽ ഇതുപോലുള്ള ഐഡിയ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കൊടുക്കാനായിട്ട് ഇത്രയും ചീര കിട്ടിയിട്ടുണ്ട്.